മൂന്ന് രീതിയിൽ നമ്മൾ സ്ട്രിംഗ് ഡിക്ലെയർ ചെയ്യേണ്ടത്. ഒന്ന് സിംഗിൾ കോട്ട്സിൽ, ഒന്ന് ഡബിൾ കോട്ട്സിൽ, പിന്നെ ഒന്ന് ബാക്ക് ടിക്ക് ഉപയോഗിച്ചിട്ട്. ഇതിൽ സിംഗിൾ കോട്ട്സും ഡബിൾ കോട്ട്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു യൂസ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സിംഗിൾ കോട്ട്സിനകത്ത് പിന്നെ ഒരു സിംഗിൾ കോട്ട്സ് ഇടാൻ പറ്റത്തില്ല. കാരണം ആ സ്ട്രിംഗ് ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് നാം വിചാരിക്കും. സിംഗിൾ കോട്ട്സിനകത്ത് വീണ്ടും സിംഗിൾ കോട്ട്സ് കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ബാക്ക് സ്ലാഷ് വെച്ചിട്ട് അതിനെ എസ്കേപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ കേസുകളിൽ ഡബിൾ കോട്ട്സ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സിംഗിൾ കോട്ട്സ് കൊടുക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ലാണ്ട് എടുക്കും. അതേപോലെ തന്നെ നേരെ തിരിച്ചും ബാക്ക് ടിക്ക് പക്ഷേ കുറച്ചും കൂടി വ്യത്യാസമാണ്. അതിൽ നമുക്ക് മൾട്ടി ലൈൻ കോഡുകളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. സോ ഇത് ബേസിക്കലി നമുക്ക് ഇതേപോലെ HTML ടാഗുകൾക്ക് എഴുതാൻ ഉപകാരപ്രദമായിരിക്കും. സോ ഇതിന്റെ ഒരു വേറൊരു ഗുണം ഇതിനകത്ത് നമുക്ക് വേരിയബിളുകൾ കയറ്റാം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഈ കോഡ് മലയാളം എന്ന് പറയുന്നത് ഈ എ എന്ന് പറഞ്ഞ വേരിയബിൾ നിന്ന് എടുക്കണമെങ്കിൽ നമുക്ക് ഡോളർ കർലി ബ്രേസ് കൊടുത്തിട്ട് എ എന്ന് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ എത്ര വേരിയബിൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വേരിയബിൾ മാത്രമല്ല നമുക്ക് സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള എന്ത് ജാവാസ്ക്രിപ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഫംഗ്ഷൻ കോളുകൾ, ടെർണറി ഓപ്പറേറ്റർ. ഇനി അതുമല്ല, ഇതിനകത്ത് നമുക്ക് ഇനിയും നെസ്റ്റഡ് ആയിട്ട് വേറെ ടെംപ്ലേറ്റ് ടെറുകൾ ഇനിയും എത്ര വേണമെങ്കിലും കൊടുക്കാം.